എന്റെ ശക്തിയെപ്പറ്റി ഇവർക്കൊന്നും അറിയില്ല. വീണയെ രക്ഷിക്കാനായി അതിന്റെ ഒരു തരി മാത്രം മതി. ആദ്യം ഞാൻ വീണയുടെ അടുത്തെത്തണം. വീണേ, ശിവാനി, ഏടത്തി, ഇവനെ എന്തിനാ അടിച്ചത്? ഏടത്തിക്ക് ഇത് എന്താ പറ്റിയേ? ഏടത്തി, ഇവൻ എന്റെ ഫ്രണ്ടാ. ഏടത്തി, എന്താ ഏടത്തി, എന്താ പറ്റിയ? ഏടത്തി, നിങ്ങള് എന്റെ ഏടത്തി തന്നെയല്ലേ? അജിത്, അജിത് എഴുന്നേക്ക്. അജിത്, അജിത്, അജിത് എഴുന്നേക്ക്. അജിത്, അജിത്, ഏടത്തി എന്റെ വീട്. ഏടത്തി, ഏടത്തി എന്റെ വീട്. അജിത് എഴുന്നേക്ക്. അജിത്, ഏടത്തി എന്റെ വീട്. അജിത്, ഏടത്തി. മഹാദേവ, എന്ത് കാരണം കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഞാൻ ജനിക്കുമ്പോഴേ എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കുമെന്ന് എന്റെ തലയിൽ എഴുതി വച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് നീ അറിയാതെ സംഭവിക്കില്ലല്ലോ. എന്തിനാണ് മഹാദേവ എന്നോട് ഇത്ര ദേഷ്യം? എന്നോട് ഒരല്പം പോലും കരുണ തോന്നിയിട്ടില്ലേ നിനക്ക്? ആരോ എന്റെ രൂപത്തിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ ആരാണ്, എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ നിസ്സഹായയാണ്. എന്റെ സഹായത്തിനായി എന്റെ ഒപ്പം നിൽക്കേണ്ട തൃശൂൽ ഇപ്പൊ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിശേഷൻ തന്നെ നാഗലോകത്തെക്കുറിച്ചുള്ള രഹസ്യം എല്ലാവരോടും പറയുകയാണ്. ഞാൻ നാഗറാണിയാണെന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ഇതിനേക്കാൾ വലിയ സങ്കടക്കടലിലേക്ക് വീഴും. മഹാദേവ, എന്തെങ്കിലും ഒരു പരിഹാരം പറയൂ മഹാദേവ. എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും കരകയറ്റൂ. എന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരൂ മഹാദേവ. അതാരാണെന്ന് എന്നോട് പറയൂ മഹാദേവ. സാമ്രാട്ട് കൈവിട്ട് കളിക്കുക. ബാബ പറഞ്ഞതാ ശരി. ആരോടും കരുണ കാണിക്കരുത്. ഫ്രണ്ടാണെന്ന് കരുതി ക്ഷമിച്ചപ്പോ അവൻ എന്റെ കോർട്ടിൽ കയറി കളിക്കുക. സർ, 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 വീണയെ അവിടെ വെച്ച്. എവിടെ വീണ? എവിടെ? വീണയെ ആരോ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. എന്താ? വീണയെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നോ? തനീഷ, ഒച്ച വെക്കണ്ട. എന്താ സംഭവിച്ചെന്ന് ഞാൻ ഇവനോട് സമാധാനമായിട്ട് ചോദിക്കട്ടെ. വീട്ടിലുള്ള ഒരാളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. സമാധാനത്തോടെ ചോദിക്കേണ്ട കാര്യമാണോ ഇത്? അയ്യോ എന്റെ ദൈവമേ! എന്താ ഇവിടെ നടക്കുന്നത്? എന്തു പറ്റി? എല്ലാവരുടെയും മുഖത്ത് എന്തോ ടെൻഷനുള്ള പോലെ. വീണയെ ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയെന്ന്. എന്താ? കിഡ്നാപ്പോ? വീണയെ ആരാ കിഡ്നാപ്പ് ചെയ്ത്? അമ്മായി, ഇത് എന്തൊക്കെയാ പറയുന്നേ? തമാശ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടേ. മുത്തശ്ശി ഇവിടെ നിൽക്കുമ്പോ മുത്തശ്ശിന് മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ. ആരും തമാശ പറയുന്നതല്ല. വീണയെ തട്ടിക്കൊണ്ടുപോയെന്നുള്ളത് സത്യമാ. അവളെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല, ഈ വീട്ടിലുള്ളവരാ. അതാരാന്ന് വെച്ചാ ശിവാനി. മായി തോന്നിയത് വിളിച്ചു പറയണ്ട. ശിവാനി എന്തിനാ കിഡ്നാപ്പ് ചെയ്യുന്നേ? അവൾ ഈ വീട്ടിലെ മരുമകളാ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ഞാനും വീണെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവിടേക്ക് കുറച്ച് ആളുകൾ വന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കായി. അപ്പൊ അവിടെ നോക്കുമ്പോ അവിടെ ശിവാനിയും ഉണ്ടായിരുന്നു. എന്റെ തലക്കടിച്ചിട്ട് അവര് വീണയും പിടിച്ചോണ്ട് പോയി. ദിഗ്വിജയ, എന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നേ? എന്തോ എന്റെ മനസ്സിന് വല്ലാത്ത പേടി തോന്നുന്നു. എല്ലാവരും ശിവാനിയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നു. പാവം ശിവാനി എന്ത് ചെയ്തിട്ടാ എല്ലാരും ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരോപണമല്ല, നടന്ന കാര്യങ്ങളായത്. ഞാനിത് വിശ്വസിക്കില്ല. ശിവാനി ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉള്ളപ്പോ അവിടെ വന്ന് വീണയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ
എങ്ങനെ വിശ്വസിക്കുക? നീ പറയുന്നത് കള്ളവാ. അതെ, ഉറപ്പായിട്ട് കള്ളം തന്നെയാ. ശിവാനി അവിടെ റൂമിലുള്ളത് ഞാൻ കണ്ടതാ. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് അവളെ പറ്റി അറിയില്ല. അവൾ ആള് ശരിയല്ല. അവളാണ് ഇതെല്ലാം ചെയ്തത്. സംശയം ഉണ്ടെങ്കിൽ അവൾ ഇവിടെ ഉണ്ടോ നോക്ക്. തൃശൂൽ അച്ഛാ, ശിവാനി ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അജിത്ത് പറയുന്നതും ശിവാനി ഇവിടെ കാണാത്തതും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. ശിവാനി നാഗറാണി ആയിരിക്കോ? എന്തു പറ്റിയടാ? നിങ്ങൾ മാത്രം വന്നിരിക്കുന്നു. ദിവ്യജയുടെ മകളെവിടെ? ആ, മില്ലിൽ അടച്ചിട്ടിരിക്കുകയാണോ? ചേട്ടാ, അത് അറിയടാ, റൂമിൽ അടച്ചിട്ടിരിക്കുകയല്ലേ നിങ്ങള്? ചേട്ടാ, എന്താടാ വിക്കിക്കൊണ്ടിരിക്കുന്നത്? കാര്യം പറ. അവളെവിടെ? ചേട്ടാ, അവള് രക്ഷപ്പെട്ടു പോയേട്ടാ. ഏയ്, രക്ഷപ്പെട്ടെന്ന് പറയാൻ നാണമില്ലേ നിനക്ക്? 3 നേരം ഭക്ഷണവും കൈ നിറയെ കാശും തരുന്നില്ലേ നിനക്ക്? നിന്നെയൊക്കെ വളർത്തുന്നതിലും ഭേദം. ചേട്ടാ, ഞങ്ങൾ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വരുമ്പോ ഒരു ഗരുഡൻ വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ഗരുഡ പക്ഷിയോ? എന്നോട് തന്നെ കള്ളം പറയാ നീ? ചേട്ടാ, ദൈവത്താണ് സത്യം പറയുന്നത്. ഒരു ഗരുഡൻ വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തതാ. അതിനെങ്ങനെ ഓടിച്ച് അവളെ കൊണ്ടുവരാന്ന് വെച്ചപ്പോ വേറെ ഒരുത്തം വന്ന് ഞങ്ങളെ അടിച്ചിട്ട് അവളെയും കൊണ്ടുപോയി. ആര്? അവളുടെ വീട്ടിലുള്ളവരോ? ചേട്ടാ, കാണാൻ അവരുടെ വീട്ടുകാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അവൾ അവനെ വിടുന്ന പറഞ്ഞോണ്ടിരുന്നത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്ക. വായേട്ടാ, നമുക്കൊന്നിച്ചു പോവാം. നടക്ക. എടുത്തി എടുത്തി എന്നെ വിട്. എടുത്തി എടുത്തി വിട് എന്നെ. എടുത്തി, നമ്മളിത് എവിടെയാ? ഇത് ഏതാ ഈ സ്ഥലം? എനിക്ക് വീട്ടിലേക്ക് പോണം. നീ എങ്ങോട്ടും പോകാൻ പാടില്ല. പോകാൻ ഞാൻ സമ്മതിക്കേയില്ല. എടുത്തി, എടുത്തിക്ക് ഇത് എന്താ പറ്റിയേ? എടുത്തി എന്തിനിങ്ങനെ വിചിത്രമായി പെരുമാറുന്നേ? എനിക്ക് വീട്ടിലേക്ക് പോണം. നിങ്ങൾ ശരിക്കും എന്റെ എടുത്ത് തന്നെയല്ലേ? പറയാൻ. നിന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. ആദ്യം എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് ജോലികളുണ്ട്. എന്ത് ജോലി? നിങ്ങൾ ഇവിടെ എന്ത് ഉദ്ദേശത്തോടെ വന്നേ? നിങ്ങൾ എന്റെ എടുത്തി അവൻ ഒരു സാധ്യതയില്ല. ഞാൻ ഈ ദേഹം വിട്ട് ഇവളുടെ ദേഹത്തേക്ക് കയറണം. എടുത്തി, എന്താ ഈ ചെയ്യുന്നേ? എടുത്തി എന്നെ വിട്. വിടാൻ. വീണേ, അയ്യോ. ഏയ്, അവിടെ നിൽക്കാൻ. നീ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് സാധ്യമല്ല. ആരാ നീ? എന്തുദ്ദേശത്തിലാ വന്നത്? എന്തിനാ എന്റെ രൂപം സ്വീകരിച്ചതെന്ന് എന്റെ ചോദ്യത്തിന് മറുപടിതാ. അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ നിനക്ക് ഉത്തരം തരാനും പോകുന്നില്ല. എന്തിനാ എന്റെ വീട്ടുകാരെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? അവർക്ക് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്ക് എന്ത് ആജ്ഞയാണോ കിട്ടിയത് ഞാൻ അത് ചെയ്യും. കൂടുതലായിട്ടൊന്നും ചോദിക്കണ്ട. ആരുടെ ആജ്ഞ? ആരാണ് നീ? നാഗമാണിക്യത്തിനായി വന്നതാണ് ഞാൻ. അത് ഞാൻ തീർച്ചയായും നേടിയിരിക്കും. രൂപം മാറാനുള്ള ശക്തിയുണ്ടെങ്കിൽ നീ നാഗലോകത്തുള്ളവളാണോ? അന്ന് എന്നെ രക്ഷിച്ചത് നീ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ അതേ രൂപത്തിൽ ജന്മം കൊണ്ട സദ്രൂപിയാണ് ഞാൻ. നിന്നിൽ എന്തൊക്കെ ശക്തികളുണ്ടോ, ഗുണങ്ങളുണ്ടോ, അതെല്ലാം തന്നെ എനിക്കുമുണ്ട്. എന്താ നീ എന്നെ പോലെയാണെന്ന് വെച്ചാൽ? അപ്പോ നിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നർത്ഥം. ആരാത്?
ആരാണെന്ന് എന്നോട് തുറന്നു പറ നീ. അത് യാതൊരു കാരണവശാലും സാധ്യമല്ല. നീയായിട്ടത് എന്നോട് പറയുന്നില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ അത് കണ്ടുപിടിക്കേണ്ടി വരും. എന്നെ മറികടന്നു പോകുന്നത് അത്ര എളുപ്പമാണെന്ന് കരുതിയോ? ഈ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിനക്കിവിടെ നിന്ന് ചലിക്കാനേ സാധിക്കില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? എന്താ എന്താ നിനക്ക് വേണ്ടത്? നാഗമാണിക്യം, നാഗമാണിക്യം വേണം. നാഗമാണിക്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ. അത് ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കും. വീണയെ ശിവാനിയാണോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്? വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. അല്ല, വീണയുടെ ഫ്രണ്ടാണെങ്കിൽ ശിവാനിയാണ് കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് കള്ളമാണെന്ന് വാദിക്കാനായിട്ട് ശിവാനിയാണെങ്കിൽ വീട്ടിലുമില്ല. ശിവാനി എന്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെ ഒരാളല്ല. എന്തായിരിക്കും ഉണ്ടായത്? ഒരു പിടിയും കിട്ടുന്നില്ല. ശിവാനിയുടെ രൂപത്തിൽ വന്ന അവളായിരിക്കുമോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക? അവള് ശിവാനിയുടെ രൂപത്തിൽ നടക്കുന്നത് എന്തിനാ? ആരായിരിക്കും അവള്? അവളിനി ഇച്ഛാധാരി നാഗറാണി ആയിരിക്കോ? ഓ, അതുകൊണ്ടായിരിക്കും അവള് വീണയെ കിഡ്നാപ്പ് ചെയ്തത്. അവളായിരിക്കും ചെയ്തത്. ആ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഒരു കാരണവശാലും പിടിക്കപ്പെടരുതെന്ന് കരുതി ശിവാനിയുടെ രൂപത്തിൽ വന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ശിവാനി വീട്ടിലുണ്ടാവേണ്ടതല്ലേ? ഓ ദൈവമേ, എന്റെ ജീവിതം തന്നെ ഒരുമാതിരി ഹൊറർ സിനിമ പോലെ ആയല്ലോ. ഛേ, എന്തൊക്കെ ചെയ്യാ? അല്ലെങ്കിൽ തന്നെ ശിവാനി ആവശ്യമില്ലാത്ത സംശയിച്ച് വിഷമിപ്പിക്കുകയും ചെയ്തല്ലോ. വീണ്ടും ഈ കാര്യത്തിൽ ഡൗട്ട് തോന്നിയെന്നറിഞ്ഞ പിന്നെ അവൾ എന്നോട് സംസാരിക്കാതെയാവും. എന്നാലും ശിവാനി വീണയെ അയ്യോ, ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. നാഗമാണിക്കോ? നാഗമാണിക്യം നിനക്കെന്തിനാ? അതെത്തേണ്ടത് എന്റെ കയ്യിലാണ്. നാഗലോകത്തിന്റേതാണത്. അത് നേടാനുള്ള അധികാരം നാഗലോകത്തുള്ളവർക്ക് മാത്രമാണുള്ളത്. തട്ടിയെടുക്കാൻ അവസരം തരില്ല ഞാൻ. നാഗമാണിക്യം എങ്ങനെ നേടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നോക്കുകയാണോ നീ? നിന്റെ ഉദ്ദേശം നടക്കാൻ യാതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ രൂപം കൈക്കൊണ്ട് എന്നെ തന്നെ നേരിടാൻ വന്നത് തെറ്റായിപ്പോയി. ഇനി നിനക്കൊരു നല്ല കാലമില്ല. നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. ബാബാ,
ഒരു വലിയ തെറ്റ് സംഭവിച്ചു ബാബ. അവിടുന്ന് ശിവാനിയെ പോലെ തന്നെ ഒരു രൂപം ഉണ്ടാക്കിയില്ലേ? അവള് കാരണം ഇന്ന് എനിക്ക് സ്വസ്ഥതയില്ല. ഞാനിപ്പോ അപകടത്തിലാ. എന്താ നീ പറയുന്നത്? എന്റെ സൃഷ്ടി കാരണം നിനക്ക് അപായമോ? എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. അത് ചെയ്തത് വേറെ ആരുമല്ല, ശിവാനിയാ. ശിവാനി? ഏത് ശിവാനി? ശരിക്കുള്ളവളോ അതോ ഞാൻ സൃഷ്ടിച്ചെടുത്ത നിഴലോ? അറിയില്ല. അവള് വീട്ടിലും ഇല്ല, എവിടേക്കാണ് പോയതെന്നും അറിയില്ല. ഇതെങ്ങനെ സംഭവിച്ചു? എന്താ ഉണ്ടായത് അവിടെ? എന്റെ ശത്രുവിന്റെ നാശത്തിനായി അങ്ങുണ്ടാക്കിയ ആ മായാരൂപം എന്റെ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ബാബ.